നമസ്കാരം. എല്ലാ ആറ്റത്തിന്റെയും ഉള്ളിലൊരു രഹസ്യമുണ്ട്. ഒരു വിചിത്രമായ കണക്കിന്റെ രഹസ്യം. അവിടെ ഒന്നും ചേരുമ്പോൾ ഉത്തരം എപ്പോഴും രണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അതിലും കുറവായിരിക്കും. ഈ ഒരു വിരോധാഭാസം എങ്ങനെയാണ് സാധ്യമാകുന്നത്? പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ്ജസ്രോതസ്സുകളുടെ എല്ലാം താക്കോൽ ഈ ലളിതമായ ചോദ്യത്തിനുള്ളിലുണ്ട്. നമുക്കതൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോ ചോദ്യം ഇതാണ്: ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ അതിന്റെ ഭാഗങ്ങൾ ഒത്തുചേരുമ്പോൾ പിണ്ഡം, അതായത് മാസ്, കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സാധാരണ കണക്കുകൂട്ടലുകളൊന്നും അവിടെ ശരിയാവുന്നില്ല. ഇതാണ് നമ്മൾ ഇന്ന് ചുരുളഴിക്കാൻ പോകുന്ന ആ വലിയ രഹസ്യം. ഒരു ഉദാഹരണത്തിന് ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ. ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ നമുക്ക് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും വേണം, അല്ലേ? എന്നാൽ രസമെന്താണെന്ന് വെച്ചാൽ ഈ 4 കണങ്ങളെയും വെവ്വേറെ എടുത്ത് തൂക്കിയാൽ കിട്ടുന്ന ഭാരമുണ്ടല്ലോ, അത് അവയെല്ലാം ഒത്തുചേർന്നുണ്ടായ ഹീലിയം ന്യൂക്ലിയസിന്റെ ഭാരത്തേക്കാൾ കൂടുതലായിരിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ചേരുവകൾക്ക് ഉൽപ്പന്നത്തേക്കാൾ ഭാരം കൂടുതൽ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആ പിണ്ഡം എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷമായോ, അതോ നമ്മൾ പഠിച്ച ഭൗതികശാസ്ത്ര നിയമങ്ങളെല്ലാം തെറ്റാണോ? ഉത്തരം കണ്ടെത്താൻ നമുക്കൊരൊറ്റ സൂചന മതി. ഈ സൂചന നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ്, അല്ലേ? ഐൻസ്റ്റീന്റെ ലോകപ്രശസ്തമായ സമവാക്യം. പക്ഷേ ഇതിനെ ഒരു സങ്കീർണമായ ഫോർമുലയായിട്ട് കാണണ്ട. പകരം നമ്മൾ ഇതുവരെ പറഞ്ഞ ആ നിഗൂഢതയുടെ പൂട്ട് തുറക്കാനുള്ള ഒരേയൊരു താക്കോലായിട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം പിണ്ഡവും ഊർജവും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ സമവാക്യം നമ്മളോട് പറയുന്നത്. ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ആ കാണാതായ പിണ്ഡം ശരിക്കും നഷ്ടപ്പെട്ടതൊന്നുമല്ല. അത് രൂപം മാറി ആ ന്യൂക്ലിയസിനെ ഒരുമിച്ച് നിർത്തുന്ന അതിശക്തമായ ഒരുതരം പശയായി മാറിയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ബന്ധനോർജം അല്ലെങ്കിൽ ന്യൂക്ലിയർ ബൈൻഡിംഗ് എനർജി എന്ന് വിളിക്കുന്നത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒത്തുചേരുമ്പോൾ അവയുടെ മൊത്തം പിണ്ഡത്തിന്റെ ഒരു ചെറിയ ഭാഗം, ആ നഷ്ടപ്പെട്ട പിണ്ഡം, വൻതോതിലുള്ള ഊർജമായി പുറത്തേക്ക് വരുന്നു. ഈ ഊർജമാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ തമ്മിൽ വികർഷിച്ച് തെറിച്ചു പോകാതെ ന്യൂക്ലിയസിനെ ഒന്നിച്ചു നിർത്തുന്നത്. അതായത് ആ പിണ്ഡം എങ്ങോട്ടും പോയിട്ടില്ല, അത് ഊർജമായി രൂപം മാറിയെന്ന് മാറ്റം. ഈ മാറ്റത്തിന് ഒരു കണക്കുണ്ട്. അതാണ് ഈ കാണുന്ന സംഖ്യ. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, അതായത് അതിസൂക്ഷ്മമായ ഒരു പിണ്ഡം മുഴുവനായും ഊർജമായി മാറിയാൽ 93.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഊർജം ഉണ്ടാകും. ഇത് സാധാരണ രാസപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് കൂടുതലാണ്. അതാണ് ആണവോർജത്തിന്റെയൊക്കെ അടിസ്ഥാനം. ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ വാചകം ശ്രദ്ധിക്കാം. ഇത് ഫിസിക്സിലെ ഒരു അടിസ്ഥാന നിയമം പോലെയാണ്. ഏതൊരു സിസ്റ്റമും കൂടുതൽ സ്ഥിരത കൈവരിക്കുമ്പോൾ അത് ഊർജം പുറത്തുവിടുന്നു, അതോടൊപ്പം അതിന്റെ പിണ്ഡം കുറയുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഏതൊക്കെ മൂലകങ്ങളാണ് ഏറ്റവും സ്ഥിരതയുള്ളത്? എന്തുകൊണ്ടാണ് ചിലത് റേഡിയോ ആക്റ്റീവ് ആവുന്നത്? ഇതിനൊക്കെ ഉത്തരം തരുന്ന ഒരു ഗ്രാഫുണ്ട്. നമുക്കതിനെ സ്ഥിരതയുടെ ഭൂപടം എന്ന് വിളിക്കാം. ഈ ഭൂപടത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ? ഏറെക്കുറെ പരന്നാണിരിക്കുന്നത്. അതിനർത്ഥം മിക്ക ന്യൂക്ലിയസുകളിലും ഓരോ കണികയെയും പിടിച്ചു നിർത്തുന്ന ഊർജം ഏകദേശം ഒരുപോലെയാണെന്നാണ്. രണ്ടാമതായി, ഈ ഗ്രാഫിന് ഒരു കൊടുമുടിയുണ്ട്. അത് മാസ് നമ്പർ 60ന്റെ അടുത്താണ്. അവിടെയാണ് ഏറ്റവും സ്ഥിരതയുള്ള മൂലകങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഈ ഗ്രാഫ് കാണിച്ചു തരുന്നത് ന്യൂക്ലിയർ ബലം തൊട്ടടുത്തുള്ള കണങ്ങളെ മാത്രമേ സ്വാധീനിക്കൂ എന്നാണ്. ഏറ്റവും പ്രധാനമായി, ഈ കൊടുമുടിയിലേക്കെത്താൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഭാരം കുറഞ്ഞ മൂലകങ്ങൾ ചേർന്ന് മുകളിലേക്ക് കയറാം, അല്ലെങ്കിൽ ഭാരം കൂടിയ മൂലകങ്ങൾ വിഘടിച്ച് താഴോട്ടു വരാം. ഈ 2 വഴികളും ഊർജം പുറത്തുവിടും. ഈ മാസ് നമ്പർ 60 സ്ഥിരതയുടെ കൊടുമുടി. നമ്മൾ കാണുന്ന ഇരുമ്പ്, നിക്കൽ തുടങ്ങിയ മൂലകങ്ങളൊക്കെ ഈ കൊടുമുടിക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് അവ പ്രപഞ്ചത്തിൽ ഇത്രയധികം കാണപ്പെടുന്നതും. ഒരു തരത്തിൽ പറഞ്ഞാൽ അവ പ്രകൃതിയുടെ ഏറ്റവും പെർഫെക്റ്റ് ഡിസൈനുകളാണ്. അപ്പോ ഈ സ്ഥിരതയുടെ വക്രം എങ്ങനെയാണ് ആണവോർജമുണ്ടാകുന്നതിലേക്ക് നയിക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഊർജം പുറത്തുവരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വക്രത്തിലെ അതിന്റെ സ്ഥാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 വഴികളാണ് ഫ്യൂഷനും ഫിഷനും. ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകൾ, അതായത് ഗ്രാഫിന്റെ താഴെയുള്ളവ, ഒന്നിച്ചു ചേർന്ന് ഭാരമുള്ള ന്യൂക്ലിയസ് ആകുന്നതാണ് ഫ്യൂഷൻ. ഇത് സ്ഥിരതയുടെ കൊടുമുടിയിലേക്ക് മുകളിലേക്കുള്ള ഒരു യാത്രയാണ്. നേരെ മറിച്ച് യുറേനിയം പോലെ ഭാരം കൂടിയ ന്യൂക്ലിയസുകൾ വിഘടിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാകുന്നതാണ് ഫിഷൻ.
ഇതും കൂടുതൽ സ്ഥിരതയുള്ള അവസ്ഥയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇതിലെ പ്രധാന ആശയം ഇതാണ്: ഫ്യൂഷനായാലും ശരി, ഫിഷനായാലും ശരി, ഉണ്ടാകുന്ന ഉൽപ്പന്നം കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. അതായത് അതിന് കൂടുതൽ ബന്ധനോർജ്ജം ഉണ്ടാകും. അതിനർത്ഥം അതിന് കൂടുതൽ പിണ്ഡം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. ആ നഷ്ടപ്പെട്ട പിണ്ഡത്തിന് തുല്യമായ ഊർജ്ജമാണ് പുറത്തുവരുന്നത്. ഇതാണ് നമ്മുടെ ആണവനിലയങ്ങളിലും എന്തിന് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലുമൊക്കെ സംഭവിക്കുന്നത്. ശരി, ഒരു ന്യൂക്ലിയസിന്റെ ബന്ധനോർജ്ജം എങ്ങനെ കൃത്യമായി കണക്കുകൂട്ടാൻ സാധിക്കും? ഇതിനായി ശാസ്ത്രജ്ഞർ ഒരു തരം പാചകക്കുറിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് സെമി എംപിരിക്കൽ മാസ് ഫോർമുല. ഈ സങ്കീർണമായ ഫോർമുലയെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള 5 ചേരുവകളായിട്ട് തിരിക്കാം. ഈ ഓരോ ചേരുവയും ഒരു ന്യൂക്ലിയസിന്റെ സ്ഥിരതയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാചകക്കുറിപ്പിലെ ചേരുവകൾ ഇവയാണ്. വ്യാപ്തം അല്ലെങ്കിൽ വോള്യം ആണ് പ്രധാന ചേരുവ. എത്രത്തോളം കണങ്ങളുണ്ടോ അത്രത്തോളം ആകർഷണബലം, അത്രത്തോളം സ്ഥിരത. എന്നാൽ പ്രതലം അല്ലെങ്കിൽ സർഫസ് ഒരു ചെറിയ കുറവുണ്ടാക്കും. കാരണം ന്യൂക്ലിയസിന്റെ ഉപരിതലത്തിലുള്ള കണങ്ങൾക്ക് ചുറ്റും ബന്ധനത്തിനാളുകൾ കുറവായിരിക്കുമല്ലോ. പിന്നെ കൂളോംബ്, അത് പ്രോട്ടോണുകൾ തമ്മിലുള്ള വികർഷണമാണ്. അത് സ്ഥിരതയെ കുറയ്ക്കും. സിമ്മട്രി എന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം ഏകദേശം തുല്യമാകുമ്പോൾ കിട്ടുന്ന ഒരു ബോണസാണ്. അവസാനമായി പെയറിംഗ്, കണങ്ങൾ ജോഡികളായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഒരു അധിക സ്ഥിരത നൽകും. ഈ 5 ഘടകങ്ങളുടെ ഒരു ബാലൻസാണ് ഒരു ന്യൂക്ലിയസിന്റെ മൊത്തം സ്ഥിരത തീരുമാനിക്കുന്നത്. അപ്പോ ഈ റെസിപ്പി വെച്ച് നമ്മൾ എന്തു ചെയ്യും? വളരെ സിമ്പിളാണ്. ആദ്യം ആ ന്യൂക്ലിയസിലുള്ള എല്ലാ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും പിണ്ഡം കൂട്ടിയെടുക്കും. പിന്നെ നമ്മുടെ 5 ചേരുവകളുള്ള പാചകക്കുറിപ്പ് ഉപയോഗിച്ച് അതിന്റെ ബന്ധനോർജ്ജം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ ഊർജ്ജത്തിന് തുല്യമായ പിണ്ഡം നമ്മൾ ആദ്യം കൂട്ടിവെച്ച ആകെ പിണ്ഡത്തിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ ഭാരം കിട്ടും. അവിശ്വസനീയം അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. ഒരു ന്യൂക്ലിയസിന് അതിന്റെ ഭാഗങ്ങളെക്കാൾ ഭാരം കുറവായിരിക്കും. 2. ഈ പിണ്ഡത്തിലെ കുറവ് E=mc² അനുസരിച്ച് അതിനെ ഒരുമിച്ച് നിർത്തുന്ന ബന്ധനോർജ്ജമായി മാറുന്നു. 3. സ്ഥിരതയുടെ വക്രം ഉപയോഗിച്ച് ഏറ്റവും സ്ഥിരതയുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4. ഫ്യൂഷനും ഫിഷനും ഈ സ്ഥിരത കൈവരിച്ച് ഊർജ്ജം പുറത്തുവിടാനുള്ള പ്രകൃതിയുടെ വഴികളാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. പ്രപഞ്ചം തുടങ്ങിയത് ഹൈഡ്രജനും ഹീലിയമും പോലുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകങ്ങളിൽ നിന്നാണ്. നക്ഷത്രങ്ങൾക്കുള്ളിലെ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഇരുമ്പ് വരെയുള്ള ഭാരമേറിയ മൂലകങ്ങൾ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കണ്ട ബന്ധനോർജ്ജത്തിന്റെ വക്രം കേവലം ആറ്റങ്ങളുടെ ഒരു കഥ മാത്രമല്ല, നക്ഷത്രങ്ങളുടെയും താരാപഥങ്ങളുടെയും ഒരുപക്ഷേ പ്രപഞ്ചത്തിന്റെ തന്നെ ജനന മരണങ്ങളുടെ കഥയല്ലേ നമ്മളോട് പറയുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം.